നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ബി. ഇന്ത്യ ചൈനയുമായി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം? ഉത്തരം 1954. ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രവുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ തെറ്റായവ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ സി. ഇന്ത്യയിലെ വിദ്യാഭ്യാസ പുരോഗതിയിൽ താൽപ്പര്യമുണ്ടായിരുന്ന റിപ്പൺ പ്രഭു പ്രാഥമിക വിദ്യാലയങ്ങളും സെക്കൻഡറി വിദ്യാലയങ്ങളും വർദ്ധിപ്പിക്കുവാനും അവയുടെ പ്രവർത്തനം കൂടുതൽ ഫലപ്രദമാക്കാനും 1882 നിർമ്മിച്ച കമ്മീഷൻ ഏതാണ്? ഉത്തരം ഹണ്ടർ കമ്മീഷൻ. സ്വാതന്ത്ര്യത്തിന് മുൻപുണ്ടായിരുന്ന നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ ജോഡികൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ബി. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സംവിധാനത്തിന്റെ പിതാവ്? ഉത്തരം റിപ്പൺ പ്രഭു. ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ എ. റെഗുലേഷൻ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സതി നിർത്തലാക്കൽ. ചരിത്ര വർഷങ്ങളും വസ്തുതകളും ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ എ. പഞ്ചാബിലെ ഭരണാധികാരിയായിരുന്ന രജിത് സിംഗുമായി മിന്റോ പ്രഭു ഒന്നാമൻ ഒപ്പുവെച്ച ഉടമ്പടി? ഉത്തരം ഓപ്ഷൻ ബി. അമൃത്സർ ഉടമ്പടി. ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം 1861. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽമാരുമായി ബന്ധപ്പെട്ട ജോഡികളിൽ ശരിയായവ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ എ. ബ്രിട്ടീഷ് ഇന്ത്യയുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യം ഏതാണ്? ഉത്തരം ഹൈദരാബാദ്. ഉദാര മനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം വില്യം ബെന്റിക് പ്രഭു. കോൺവാലിസ് പ്രഭുവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ സി. ചരിത്ര വസ്തുതകളെയും വ്യക്തികളെയും ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ സി. കോൺവാലിസ് പ്രഭുവിന്റെ കാലത്ത് വാരണാസിയിൽ സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ജോനാഥൻ ഡങ്കൻ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഗവർണർ ജനറൽ ആയിരുന്ന വാറൻ ഹേസ്റ്റിംഗ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി.
ഇന്ത്യയുടെ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം PC മഹലനോബിസ്. കിഴക്കൻ പാകിസ്ഥാൻ 1971 ഏത് രാജ്യമായി മാറി? ഉത്തരം ബംഗ്ലാദേശ്. ഭാരതീയ റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിച്ച വർഷം? ഉത്തരം 1949 ജനുവരി 1. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന കാലയളവ് ഏതാണ്? ഉത്തരം 1951-52. സ്വതന്ത്രാനന്തര ഭാരതത്തിൽ നിയമിക്കപ്പെട്ട ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഉത്തരം ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. 1892 മദ്രാസ് കേന്ദ്രമായി മദ്രാസ് ഹിന്ദു അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം വീരേശലിംഗം പന്തലു. 1931 എവിടെ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് മൗലിക അവകാശങ്ങളും സാമ്പത്തിക നയങ്ങളും ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത്? ഉത്തരം കറാച്ചി. താഴെ പറയുന്നവയിൽ ആദ്യം നടന്ന സംഭവം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി അഹമ്മദാബാദ് മിൽ സമരം. 1899 ദക്ഷിണാഫ്രിക്കയിലെ ഏത് യുദ്ധത്തിലാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ ആംബുലൻസ് വിഭാഗത്തിന് നേതൃത്വം നൽകിയത്? ഉത്തരം ഓപ്ഷൻ സി ബോവർ യുദ്ധം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. താഴെ പറയുന്നവരിൽ 1948 JVP കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി VP മേനോൻ. 1961 ചേരി ചേര പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം ബെൽഗ്രേഡ്. 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്ത് VK കൃഷ്ണമേനോന്റെ രാജിയെ തുടർന്ന് ആരാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തത്? ഉത്തരം ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. 1966 താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച പാക് ഭരണാധികാരി ആരാണ്? ഉത്തരം അയൂബ് ഖാൻ. 2015 ഇന്ത്യ ഏത് രാജ്യത്ത് നടത്തിയ സൈനിക ദൗത്യമാണ് ഓപ്പറേഷൻ മൈത്രി? ഉത്തരം നേപ്പാൾ. താഴെ പറയുന്നവരിൽ ഗദ്ദാർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാത്തത് ആരാണ്? ഉത്തരം മദൻലാൽ ധിംഗ്ര. തീൻ കതയ്യ സമ്പ്രദായത്തിനെതിരെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണ്? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യ നിയമം ഏതാണ്? ഉത്തരം 1973 റെഗുലേറ്റിംഗ് ആക്ട്.
1939 സുഭാഷ് ചന്ദ്രബോസ് രാജിവെച്ചതിനെ തുടർന്ന് കോൺഗ്രസിന്റെ അധ്യക്ഷനായത് ആരാണ്? ഉത്തരം രാജേന്ദ്ര പ്രസാദ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച 1942 ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. താഴെ പറയുന്നവയിൽ ഏതിനെയാണ് ചെകുത്താന്റെ കാറ്റ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത്? ഉത്തരം 1857 മഹത്തായ കലാപം.